ഹാപ്പിയാണോ? ഇല്ലേ? എല്ലാവർക്കും സുഖകരമായ ഒരു പ്രഭാതം നേർന്നുകൊണ്ട് തുടങ്ങാം. 12ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നത് 12ാം ക്ലാസ് കൈവയ്ക്കാം. 1, 2, 3, 4, 5 12ാം ക്ലാസ്. 11ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത് 1, 2, 3, 4, 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നത് 10ാം ക്ലാസ് 2 പേരുകളിൽ. 9ാം ക്ലാസ് പഠിക്കുന്നവർ, 8ാം ക്ലാസ്, ഓക്കെ, 7ാം ക്ലാസ്, 4ാം ക്ലാസ്, 4ാം ക്ലാസ്, 3ാം ക്ലാസ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒരാൾ, ഡിഗ്രി സെക്കൻഡ് ഇയർ ഒരു, തേർഡ് ഇയർ, TTC, B.Ed, എല്ലാവരും പഠിക്കുന്നവരാണല്ലേ? എന്തിനു പഠിക്കുന്നു? നമ്മുടെ ഒരു 4 തലമുറയ്ക്ക് മുമ്പ് എല്ലാവരും പഠിച്ചിരുന്നു. അത് ആലോചിച്ചു. 4 തലമുറയ്ക്ക് മുമ്പ് എല്ലാവരും പഠിച്ചിരുന്നു. നമ്മളെല്ലാം പഠിച്ചിരുന്നു. ഇങ്ങനെ നമ്മളെ പോലെ സ്കൂളിൽ പോയി ഉള്ള സമയമെല്ലാം മെനക്കെട്ട് എല്ലാം പഠിച്ചിരുന്നോ? ഇല്ല. കഴിഞ്ഞ തലമുറയിൽ തന്നെ എത്ര പേര് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അച്ഛനും അമ്മയും, അല്ലെ അച്ഛന്റെ അച്ഛന്റെ, അതായത് അപ്പൂപ്പനും അമ്മൂമ്മയും, അവരുടെയൊക്കെ പഴയ ഫോട്ടോ എടുത്ത് നിങ്ങൾ നോക്കണം. ചിലർക്ക് വസ്ത്രം എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മുടെ തമിഴ്നാട്ടിലെയൊക്കെ സിനിമ നടികൾ തോറ്റുപോകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തലമുറ ഏതാണ്ട് 1, 2 തലമുറ ആയിട്ടേ ഉള്ളൂ കേരളത്തിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കടന്നു വന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം, 3 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് പഠിക്കുന്നത്? വൈ ഡു യു സ്റ്റഡി? പേപ്പറുള്ള എഴുതി വെച്ചോ. വൈ ഡു യു സ്റ്റഡി? വൈ ഡു ഐ സ്റ്റഡി? വൈ ഡു യു സ്റ്റഡി എന്ന് എഴുതരുത്. വൈ ഡു ഐ സ്റ്റഡി? ഞാൻ എന്തിനാ പഠിക്കുന്നത്? ഞാൻ എന്തിനാ പഠിക്കുന്നത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ പഠിക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹൂ വാണ്ട്സ് മീ ടു സ്റ്റഡി? ഹൂ വാണ്ട്സ് മീ ടു സ്റ്റഡി? ഞാൻ പഠിക്കണമെന്ന് ആർക്കാണ് ഇത്ര ആഗ്രഹം? ഒന്നാമത്തെ ചോദ്യം. നമ്മുടെ പേരെന്തോ ഞാൻ മറന്നുപോയി. സോണി. ഒന്നാമത്തെ ചോദ്യം എന്താ? വൈ ഡു ഐ സ്റ്റഡി? രണ്ടാമത്തെ ചോദ്യം നമ്മുടെ പേര് നിങ്ങള് സിസ്റ്റേഴ്സ് അല്ലേ? ഓക്കെ. എന്താ രണ്ടാമത്തെ ചോദ്യം? എന്താ? ഹൂ വാണ്ട്സ് മീ ടു സ്റ്റഡി? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ബ്ലോക്സ് ഓൺ മൈ സ്റ്റഡീസ്? വാട്ട് ആർ ദ ബ്ലോക്സ് ഓൺ മൈ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നതിന് എനിക്ക് എന്തൊക്കെ തടസ്സങ്ങളാണുള്ളത്? ഞാൻ പഠിക്കുന്നതിന് എനിക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് ഉള്ളത്? 1, ഞാൻ എന്തിനു പഠിക്കണം? 2, ഞാൻ പഠിക്കണമെന്ന് ആർക്കാണ് ഇത്ര താല്പര്യം? 3, ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ തടസ്സങ്ങളാണ് നേരിടുന്നത്? ഇംഗ്ലീഷും മലയാളവും പറയുന്ന വിരോധമില്ലല്ലോ? ഇല്ല. ഇംഗ്ലീഷ് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ഉണ്ടോ? എല്ലാ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോഴേ മൂത്രം ഒഴിച്ചോളാം.
ഇപ്പോഴത്തെ ഒരു വ്യത്യാസമാണ്. എല്ലാവരും പോയി ഇംഗ്ലീഷ്, പക്ഷേ ഇംഗ്ലീഷ് ഒന്നും അറിയത്തുമില്ല. അതായത് അവസ്ഥയിലേക്ക് ഞങ്ങളൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ചു വരാം. 10ാം ക്ലാസ് വരെ ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചതാണ്. പിന്നീട് ഞാൻ 11, 12 ക്ലാസ്സുകളിലാണ് ഇംഗ്ലീഷ് മീഡിയം പഠിക്കാറുള്ളത്. ഇപ്പൊ 3 ചോദ്യം. 1, വൈ ഡു ഐ സ്റ്റഡി? 2, ഹു വാണ്ട്സ് മീ ടു സ്റ്റഡി? 3, വാട്ട് ആർ ദ ബ്ലോക്സ് ഓൺ മൈ സ്റ്റഡീസ്? ഈ 3 ചോദ്യം റെലവെന്റ് ആണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കും. ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന 3 ചോദ്യമാണ് എന്നെ സംബന്ധിച്ച്. As far as myself is concerned, these 3 questions are very important എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൈവക്കാം. അത് കൈവക്കുന്നില്ല. കൈവുള്ളവരാരും ഇല്ല ഇവിടെ. ഈ 3 ചോദ്യവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചോദ്യമാണെന്ന് ഉറപ്പുള്ളവർക്ക് കൈവക്കാവുന്നതാണ്. ഒരാൾക്ക് ഒരു ഉറപ്പില്ല. ഒരു പ്രാധാന്യമില്ല നിങ്ങൾ ഈ ചോദ്യത്തിന്. ഞാൻ എന്തിനു ഈ ചോദ്യം ഞാൻ ഉണ്ടാക്കിയത്? ഒന്നെങ്കിൽ പറ, തന്റെ ഇടത്തോടെ പറ. എന്താണ് ഈ പെൺകുട്ടികൾക്കൊന്നും ഇപ്പൊ തന്റെ ഇടമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാ. ഉറപ്പായിട്ട് പറ. ഇത് 3 ചോദ്യങ്ങൾ റെലവെന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച്, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, അവന്റെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് ആവശ്യമാണ്. എത്ര പേരുണ്ട് കൈവക്ക്? ഒരാൾ നോക്കിയാൽ പിന്നെ വാക്കുകൊണ്ടല്ല. ചിലരിങ്ങനെ ചലിച്ചാണ് മേലോട്ട് പോകും. ചിലരിങ്ങനെ കച്ചൻ ചെറിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, കൈവൊക്കെയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. വേറെ ചിലരുണ്ട് ചെവി അറിയാം ഇങ്ങനെ. എന്റെ ഇടം വേണം, നല്ല ചുണ വേണം. പെൺകുട്ടികളായ നല്ല ചുണ വേണം. പെൺകുട്ടികളുടെ ശരീരത്തിന്റെ മേൽ ആർക്കാണ് അവകാശം? അടുത്ത ചോദ്യം. നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ആർക്കാണ് അവകാശം? ഈ ഇരിക്കുന്ന പെൺകുട്ടികളുടെ ശരീരത്തിന്റെ മേൽ ആർക്കാണ് അവകാശം? പറയണം. പുരുഷ കേസരികൾ പറയണം. ആർക്കാണ് അവകാശം? ഞങ്ങൾക്കാണ്. നിങ്ങൾ ഇനി പറ, നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ആർക്കാണ് അവകാശം? അതുപോലും ഉറപ്പില്ലാത്ത പെണ്ണുങ്ങള് ഞങ്ങൾ എംപവേർഡായി, ഞങ്ങൾ പവർഫുൾ ആണ്, ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ കാണിച്ചു തരും എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ആർക്കാണ് അവകാശം? ഞങ്ങൾക്കോ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നന്നേക്കുമല്ലേ? നിങ്ങൾ ഒരാളുടെ ശരീരം എല്ലാവർക്കും കൂടെ നന്നേക്കുക. എന്റെ ശരീരത്തിന്റെ മേൽ ആർക്കാണ് അവകാശം? എനിക്കാണ് അവകാശം. വേറെ ഒരാൾക്കും അതിൽ കൈവയ്ക്കാനുള്ള അവകാശമില്ല. പക്ഷെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് ഇവരുടെ ശരീരത്തെ കൈവയ്ക്കാനുള്ള അവകാശമില്ല, പക്ഷേ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ആർക്കാണ് അവകാശം?